ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സെപ്റ്റിക് ടാങ്ക് ഫിറ്റിങ്. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാൽ എങ്ങനെ അറിയുന്നു, സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ അളവ് 8 അടിക്ക് 2.5 അടി ആഴമാണ്. ആ അറ്റത്ത് റൗണ്ടിൽ കാണുന്നത് ഔട്ട് പിറ്റാണ്, അത് 2.5 അടിക്ക് 2.5 ആണ്. അപ്പോൾ ഈ ഇൻലെറ്റ് എഴുതിയ എവിടെയാണ് നമ്മൾ ക്ലോസറ്റിൽ നിന്ന് വരുന്ന പൈപ്പ് കണക്ട് ചെയ്യുന്നത്. സെപ്റ്റിക് ടാങ്കിൻ്റെ ആ അറ്റത്താണ് ഔട്ട്ലെറ്റ്. ആ ഔട്ട്ലെറ്റിൽ നിന്ന് ഔട്ട് പിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു പൈപ്പ്. ഇതെല്ലാം കഴിഞ്ഞ ഉടനെ നമ്മൾ സെപ്റ്റിക് ടാങ്കിൽ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുന്നു. ഇനി നമ്മൾ ക്ലോസറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ കൂടെ ആ ഔട്ട് പിറ്റിലേക്കാണ് എത്തുക. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ വേസ്റ്റ് മാത്രമേ നിൽക്കുള്ളൂ. ഇതാണ് ഈ ഫെറോ സിമെൻറ്റ് സെപ്റ്റിക് ടാങ്കിൻ്റെ സെറ്റപ്പ്. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ തിക്കായിട്ടുണ്ടാകണം. വെള്ളത്തിൽ പോലെയാണ് ഉണ്ട് എങ്കിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്നവർ അത് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ടാണ് അവർ മോട്ടർ അടിച്ചെടുക്കുക. സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഔട്ട് പിറ്റും ക്ലീൻ ചെയ്യേണ്ടതാണ്. ആ ഔട്ട് പിറ്റും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞതായിട്ട് തന്നെ കാണിക്കും. ഇതാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റ് പൈപ്പാണ്. ഇത് മട്ടിയിട്ട് നല്ലോണം ഉറപ്പിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ലീക്കാകാൻ പാടില്ല, പിന്നെ പെരിച്ചാഴി മാന്താൻ പാടില്ല. ഇത് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഔട്ട്ലെറ്റ് പൈപ്പിലും മട്ടി ഇട്ടിട്ട് വെള്ളം ലീക്കാകാത്ത പോലെ അതിന് നല്ലോണം ഉറപ്പിക്കുക. സെപ്റ്റിക് ടാങ്കിലൊക്കെ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മുകളിലത്തെ ടോപ്പിലൊക്കെ മട്ടിയിട്ട് ഉറപ്പിക്കുക. ആ അവസാന പിറ്റ് ഇതാണ് ഔട്ട് പിറ്റ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.